രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്കുമുറുക്കി ക്രൈംബ്രാഞ്ച്. രാഹുലിന്റെ സമ്മർദ്ദത്തിൽ 2 യുവതികൾ ഗർഭഛിദ്രം നടത്തിയെന്ന് കണ്ടെത്തി പ്രത്യേക അന്വേഷണ സംഘം. പരാതി നൽകാതിരിക്കാൻ യുവതികൾക്ക് മേൽ ശക്തമായ സമ്മർദ്ദം. ഗർഭഛിദ്രം നടത്തിയതിന്റെ ആശുപത്രി രേഖകൾ ഇന്റലിജൻസ് ശേഖരിച്ചു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. സംസ്ഥാന കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറിയുന്നു. സതീശനും ഷാഫിയും അകലുന്നു. നിലപാട് മാറ്റം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിന് പിന്നാലെ അവസരം മുതലാക്കാൻ ചെന്നിത്തല KC വിഭാഗങ്ങൾ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാരിന്റെ U-ടേൺ. യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് നൽകിയ സത്യവാങ്മൂലത്തിൽ നിന്നും സർക്കാർ പിന്മാറുന്നു. വിശ്വാസികൾക്കൊപ്പമാണ് സർക്കാരെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആഗോള അയ്യപ്പ സംഗമവുമായി മുന്നോട്ട്. സർക്കാർ വർഗീയവാദികൾക്കൊപ്പമില്ലെന്നും വിശദീകരണം. വോട്ട് ബാങ്ക് തിരികെ പിടിക്കാനുള്ള ശ്രമമെന്ന് BJP. ചേർത്തലയിലെ ബിന്ദു പത്മനാഭന്റെ തിരോധാനത്തിൽ പോലീസിന്റെ നിർണായക നീക്കം. ബിന്ദുവിൽ നിന്ന് സ്ഥലം വാങ്ങിയ സതീശനെ കേന്ദ്രീകരിച്ച് അന്വേഷണം. സതീശന്റെ വീട്ടിലും ഹോട്ടലിലും റെയ്ഡ്. സതീശന്റെ സഹോദരന്റെ മരണത്തിലെ ദുരൂഹതയും പോലീസ് അന്വേഷിക്കുന്നു. കേരള സർവകലാശാല രജിസ്ട്രാർ ചുമതലയിൽ നിന്ന് മിനി കാപ്പനെ മാറ്റും. നടപടി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യം അംഗീകരിച്ച്. പകരം ചുമതല ജോയിന്റ് രജിസ്ട്രാർ ഡോക്ടർ രശ്മി ആറിന്. കൊച്ചിയിലെ സൈബർ തട്ടിപ്പ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം. തട്ടിപ്പ് നടത്തിയ കമ്പനി രജിസ്റ്റർ ചെയ്തത് കാലിഫോർണിയയിൽ. തട്ടിയെടുത്ത പണം രാജ്യത്തെ വിവിധ ബാങ്കുകളിൽ നിക്ഷേപിച്ചെന്ന് കണ്ടെത്തൽ. നടന്നത് രാജ്യത്തെ ഏറ്റവും വലിയ സൈബർ തട്ടിപ്പ്. ഉന്നത ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ തിരുവല്ല പോലീസിന്റെ വിചിത്ര നടപടി. AIGയുടെ വാഹനം ഇടിച്ച കാൽനടയാത്രക്കാരനെതിരെ കേസ്. AIGക്കായി തിരുവല്ല പോലീസ് ഒത്തുകളിച്ചെന്ന് ആക്ഷേപം. T20 ക്രിക്കറ്റിൽ നിന്ന് അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനവുമായി ഓസീസ് താരം മിച്ചൽ സ്റ്റാർക്ക്. ലോകകപ്പിന് 6 മാസം മാത്രം ബാക്കി നിൽക്കെ വിരമിക്കൽ. ടെസ്റ്റ് ഏകദിന മത്സരങ്ങളിൽ തുടരും.